up and down with the boulevards suited up. Look at these new white shoes. Silicone Hollywood cinema, never ever gonna be this cool. Candy cream, Chevy Impala, Lena with Stilo. See them trip over the cold strip from here to Encino. Cruising, we cruising. Oh honey, we cruising. Don't you mind all the stage with me? വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ്. സോ നമ്മൾ ഇന്ന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് സെഡാനിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ വോക്സ്വാഗൻ പോളോ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1.8 ASI സെയിം എഞ്ചിൻ എടുത്തിട്ട് അല്ലെങ്കിൽ പോളോന്റെ പുറകിൽ ഒരു ബൂട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറായി മാറും. ഇതാണ് വോക്സ്വാഗന്റെ വെൻഡോ. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാറാണ് എന്ന് ഞാൻ പറയാനുള്ള രണ്ട് കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിയർ സീറ്റിൽ ഒരു പൊടിക്ക് കൂടുതൽ സ്പേസിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വലിയൊരു ബൂട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്ക് വലിയൊരു ബൂട്ടാണ് വരുന്നത്. അതല്ലാതെ ചെറിയ ഡിസൈനിലും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. സോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതും കൂടെ ഓടിച്ചു നോക്കിയിട്ട് കുറച്ച് വലിയ കാറായത് കാരണം എങ്ങനെയുണ്ട് ഓടിക്കാൻ എന്നുകൂടെ നമുക്ക് നോക്കാം. സോ വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് വെൻഡോന്റെ വിശേഷങ്ങളിലോട്ട് പോവാം. സോ നമുക്ക് വോക്സ്വാഗൻ വെൻഡോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാറാണ് എന്ന് കണ്ടാൽ തന്നെ തോന്നും അല്ലേ. ഇതിൻ്റെ ഒരു ലെങ്ത്ത്, ഇതൊരു പ്രോപ്പർ സെഡാനാണ്. സെഡാൻ എന്ന് പറയുമ്പോൾ കാണാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. കാരണം വോക്സ്വാഗൻ പോളോ ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നും. ഇത് കുറച്ചുകൂടെ കാണാനായിട്ട് കുറച്ച് ഡിഫറൻസ്. ഇതിൽ മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇതിൽ ഈ ഒരു ക്രോം സ്ട്രിപ്പ് കണ്ടില്ലേ, വോക്സ്വാഗൻ പോളോയിൽ ഈ ഒരു ക്രോം സ്ട്രിപ്പ് ഒന്നും വരുന്നില്ല ബൂട്ടിലാണെങ്കിലും. ഇതിൽ പിന്നെ മെയിനായിട്ട് വരുന്നത് റിയർ വ്യൂ ക്യാമറയാണ് വരുന്നത്. എവിടെ റിയർ വ്യൂ ക്യാമറ? അതേ ഇരിക്കുന്നു റിയർ വ്യൂ ക്യാമറ. സോ ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക് എന്നറിയില്ല. ഇവിടെ ഒരു റിയർ വ്യൂ ക്യാമറ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വലിയൊരു ബൂട്ടാണ് കേട്ടോ, കണ്ടില്ലേ, വലിയൊരു ബൂട്ടാണ്. ഇതാണ് ഡിസൈനിൽ വരുന്ന ചേഞ്ചസ്. സെയിം അലോയ് വീൽസാണ് വരുന്നത്. സെയിം 16 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ് വോക്സ്വാഗൻ വെൻഡോയിലും വരുന്നത്. സെയിം പോളോയിൽ വരുന്ന അതേ അലോയ് വീൽസ്. പക്ഷേ സൈഡിലും ഒരു ക്രോമിൻ്റെ ഒരു എലമെൻറ്റ് വരുന്നുണ്ട്. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിലും കീലെസ് എൻട്രി വരുന്നില്ല കേട്ടോ. അതൊരു നോട്ടീസബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ കളർ കുറച്ച് പ്രീമിയം ആയിട്ടുണ്ട്. എനിക്ക് ഈ കളർ വോക്സ്വാഗൻ വെൻഡോയിൽ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രണ്ടിലാണ് കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് വരുന്നത്. സെയിം ഹണികോംബ് ഗ്രില്ലാണ് വരുന്നത്. പക്ഷേ അതല്ല ഞാൻ പറയുന്നത് LED DRLസാണ് വരുന്നത്. LED DRLസും LED ഹെഡ് ലാംപ്സുമാണ് വരുന്നത്. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. ബാക്കിയൊന്നും പ്രത്യേകിച്ച് ഡിഫറൻസ് വരുന്നില്ല. ഫ്രണ്ടിൽ നമുക്ക് അഡീഷണലി വേറെ ഒരു ചേഞ്ചസും വരുന്നില്ല. വരുന്നത് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. സോ റിവേഴ്സ് ക്യാമറ വിത്ത് ഗൈഡ് ലൈൻസ് അവൈലബിൾ ആണ്. ഇതാണ് വോക്സ്വാഗൻ വെൻഡോൻ്റെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ വോക്സ്വാഗൻ വെൻഡോ. ഭയങ്കര ഫൈനായിട്ടുള്ള ഒരു സെഡാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിൻ്റെ വോക്സ്വാഗൻ പോളോൻ്റെ ലുക്കിനെക്കാളും വോക്സ്വാഗൻ വെൻഡോ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. സോ ഇതിൻ്റെ വെൻഡോൻ്റെ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോളോവും വെൻഡോ ആയിട്ട് സെയിം ഇൻറ്റീരിയേഴ്സ്, സെയിം ഡാഷ്ബോർഡ് ലേഔട്ടാണ് വരുന്നത്. എല്ലാ ഓപ്ഷൻസും സെയിമാണ് വരുന്നത്. സെയിം 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്, സെയിം ഹാൻഡ് റെസ്റ്റാണ് വരുന്നത്. പക്ഷേ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജ് ഫിനിഷ് വരുന്നുണ്ട്. ഇപ്പോൾ ഡാഷ്ബോർഡിലാണെങ്കിലും ബീജ് ഫിനിഷ് വരുന്നുണ്ട്, ഡോർ പാഡിലാണെങ്കിലും ബീജ് ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ സീറ്റ് ലെതറാണ് വരുന്നത്, ലെതർ സീറ്റ്സാണ് വരുന്നത്. ലെതർ സീറ്റ്സ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഉള്ള ഒരു സീറ്റ്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഇന്റീരിയേഴ്സിൽ വെൻഡോയിൽ വരുന്ന ഡിഫറൻസ് പോളോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം സെയിം ആണ്, ബാക്കി എല്ലാം സെയിം ആണ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ. വെൻഡോന്റെ ബാക്ക് സീറ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഞാൻ പറഞ്ഞ പോലെ ബീച്ച് ട്രീറ്റ്മെന്റ് ആണ് വരുന്നത് വെൻഡോയിൽ. കംപ്ലീറ്റ് ബീച്ച് ട്രീറ്റ്മെന്റ് ആണ്. സോ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു എന്താ പറയുക കാറാണ് എന്ന് തോന്നും. കാരണം കംപ്ലീറ്റ് ബ്ലാക്കിനെക്കാളും പ്രീമിയം ആയിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നും. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ സെൻറ്റർ ടണൽ ഉള്ളത് കാരണം നടുക്കിരിക്കുന്ന ആൾക്കാർക്ക് കാല് വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതല്ലാതെ വോക്സ്വാഗൻ വെൻഡോയിൽ കുറച്ചുകൂടെ കൂടുതൽ ലെഗ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ AC വെൻസ് സെയിം ലൈക്ക് പോളോ. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊരു ബോട്ടിൽ ഹോൾഡറാണ്. ഇവിടെ ചാർജിങ് പോർട്ട്, ഇതൊക്കെയാണ് വരുന്നത്. സോ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാറാണ് വോക്സ്വാഗൻ വെൻഡോ. നമ്മളിപ്പോൾ വോക്സ്വാഗൻ വെൻഡോ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൻഡോയിൽ വരുന്നത് സെയിം എഞ്ചിനാണ്, 110
HP ഓഫ് പവറും 175 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും. സോ ഈ പവർ ഫിഗേഴ്സ് തന്നെയാണ് പോളോയിൽ വരുന്നത്. പക്ഷെ ഹാൻഡ്ലിംഗിൽ ചെറിയൊരു വ്യത്യാസം വരും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡൗൺ ഫോഴ്സ് കൂടുതൽ ഉണ്ടാവും ഒരു എന്താ പറയാ സെഡാൻ ആയത് കാരണം ഡൗൺ ഫോഴ്സ് കൂടുതൽ ഉണ്ടാവും എന്ന് പറയാൻ കാരണം ഒരു ബൂട്ട് വരുന്നുണ്ട് അല്ലേ. സോ ഇത് പോളോയിൽ ഒരു ബൂട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വെൻഡോ ആയി മാറി. ഇന്റീരിയേഴ്സിൽ വരുന്ന ഡിഫറൻസ് ആണ് മെയിൻ ഡിഫറൻസ്. ലെതർ സീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇരുന്ന് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേറൊരു ഫീൽ എങ്ങനെയാണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുഷനിങ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീൽ വരുന്നുണ്ട്. കാരണം ഇത് ലെതർ സീറ്റ്സ് ആയത് കാരണം സീറ്റ്സ് കുറച്ച് കുഷൻഡ് ആണ്. അത് കാരണം ഉള്ളൊരു കംഫർട്ട്, കുറച്ച് അഡീഷണൽ കംഫർട്ട് തോന്നുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ ഒരു രീതിയിലുള്ള ഡിഫറൻസും ഇല്ല. ഡാഷ്ബോർഡ് ലേഔട്ട് ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. ആകെ വരുന്നത് ഒരു ബൂട്ട് ഉണ്ട് എന്നുള്ളത് മാത്രം. സോ നമുക്കിത് ഓടിക്കുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ, അതോ പോളോന്റെ സെയിം ഡ്രൈവിംഗ് ഫീൽ ആണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ വെൻഡോയിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണലി ബൂട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാരണം ബോഡി വെയിറ്റിൽ ചെറിയ ഡിഫറൻസ് വരും. പെർഫോമൻസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം ബിലോ 10 സെക്കൻഡ്സിലാണ് ഫോക്സ് വാഗൻ പോളോ 0 to 100 വരിക. പക്ഷെ ഫോക്സ് വാഗൻ വെൻഡോ 0 to 100 വരുന്നത് 10.5 സെക്കൻഡ്സിലാണ്. അതായത് അപ്രോക്സിമേറ്റ്ലി 1 സെക്കൻഡിന്റെ ഡിഫറൻസ് വരും. ഇതും 6500 RPM തന്നെ റെഡ് ലൈൻ. വാവ്, 6500 RPM സെക്കൻഡ് ഗിയർ. തേർഡ് ഗിയറിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് 100 km/h മുകളിൽ പോവും. അതുപോലെ തന്നെ തേർഡ് ഗിയറിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുക. അതായത് തേർഡ് ഗിയറിൽ നിങ്ങൾക്ക് 60-70 സ്പീഡിലും പോകാൻ പറ്റും. തേർഡ് ഗിയറിൽ തന്നെ നമ്മൾ ഒന്ന് പഞ്ചി ആയിട്ട് ഡ്രൈവിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. വെഹിക്കിൾ അങ്ങനെ 120 വരെ പോകും. അതുപോലെ തന്നെ 140 km/h ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസും അതുപോലെ തന്നെ റോഡിൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് വരുന്നത്. ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. കാരണം ഇതിന്റെ ബോഡിയിൽ ഒരു ബൂട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാരണം ഇതേ റോഡിൽ തന്നെയാണ് ഞാൻ ഫോക്സ് വാഗൻ പോളോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ പോളോ കുറച്ചുകൂടെ എളുപ്പത്തിൽ കയറി പോകുന്ന പോലെ തോന്നും. ഇതിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. അത് ബാക്ക് ടു ബാക്ക് ഞാൻ ഓടിച്ചത് കാരണം എനിക്ക് തോന്നുന്നതായിരിക്കാം അതങ്ങനെ. പക്ഷെ ഇത് കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ട് തോന്നും. ഫോക്സ് വാഗൻ പോളോനെ വെച്ച് നോക്കുമ്പോൾ ബൂട്ടുള്ള കാരണം ഞാൻ പറഞ്ഞു ഡൗൺ ഫോഴ്സ് കുറച്ച് കൂടുതലായത് കാരണം കുറച്ചുകൂടെ റോഡിലോട്ട് പ്ലാൻഡ് ആയിട്ട് തോന്നും. 140-150 ഈ സ്പീഡിൽ പോയിട്ടും ഭയങ്കര കോൺഫിഡൻസ് തോന്നുന്ന ഒരു വെഹിക്കിളാണ് ഈ ഫോക്സ് വാഗൻ പോളോ. അത് ഫോക്സ് വാഗന്റെ ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ബ്രില്യൻ ഷാസി കാരണം വരുന്ന ഒരു ഇതാണ്. പക്ഷേ കുറച്ച് പ്രൈസിയാണ് ഈ ഒരു എന്താ പറയാ വെഹിക്കിൾ. കുറച്ച് കോസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണ് എന്ന് തന്നെ പറയണം. പക്ഷെ ബ്രില്യൻ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ഫോക്സ് വാഗൻ ഫാമിലിയിൽ തന്നെ ഇപ്പൊ ഡീസൽസ് ഇല്ല കേട്ടോ. കാരണം ഡീസൽസ് കുറച്ചുകൂടെ എൻജോയബിൾ ആയിരുന്നു എന്ന് പറയണമെങ്കിൽ പറയാം. കാരണം ഡീസലിൽ എന്താ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് നിങ്ങൾക്ക് പെർഫോമൻസ് കിട്ടും, ഒരേ സമയത്ത് നിങ്ങൾക്ക് എഫിഷ്യൻസി കിട്ടും. അതുപോലെ തന്നെ എന്താ പറയാ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് ഡീസലിൽ. നിങ്ങൾ ഡീസൽ ഫോക്സ് വാഗൻ ഫാമിലിയിലത്തെ ഒരു ഡീസൽ ആണെന്നുണ്ടെങ്കിൽ ഏത് ഡീസൽ ആണെങ്കിലും എഫിഷ്യൻസി ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് ഫോക്സ് വാഗന്റെ എന്ന് പറയുമ്പോൾ ഫോക്സ് വാഗന്റേതായിട്ടുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഡീസലിൽ കിട്ടും. അത് ഭയങ്കര എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ഇതിപ്പോ BS6 വന്നതോട് കൂടിയിട്ട് ഡീസൽ ഫോക്സ് വാഗൻ ഫാമിലിയിൽ നിന്ന് തന്നെ ഇല്ലാതായി. പക്ഷെ ഇപ്പൊ 1 ലിറ്റർ ടെർബോ പെട്രോൾ എന്ന് പറയുന്ന ഒരു എഞ്ചിനിൽ കുറച്ചുകൂടെ പെർഫോമൻസ് കുറച്ച് കൂടുതലായിട്ടാണ് വരുന്നത്. അതായത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ബെറ്റർ ആയിട്ട് ഹാൻഡ്ലിംഗ് ആയിട്ട് ഒരു കാർ വരുന്നില്ല. അതേ സമയത്ത് ഇതിന്റെ ടെർബോ പെട്രോളിന്റെ എഫിഷ്യൻസി നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിന് കുറച്ച് മാറിയിട്ട് തന്നെയാണ് ഉള്ളത്. എന്തോ എന്ന് പറഞ്ഞാൽ കൂടുതൽ പെർഫോമൻസ് ഓറിയന്റഡ് കാറാണ്. കുറച്ച് പ്രാക്ടിക്കൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ബൂട്ട് വരുന്നുണ്ട്, പോളോനെക്കാളും കുറച്ചുകൂടെ സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെതർ സീറ്റ്സ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. പക്ഷേ സിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീനിന്റെ ഒരു സൈസ് അത്രത്തോളം പോരാ. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സിറ്റിനെക്കാളും കുറച്ചുകൂടെ ഓടിക്കാൻ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഇപ്പോഴും വെൻഡോന് തന്നെ ഉള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
സോ ഇതൊരു ടെർബോ പെട്രോൾ എഞ്ചിൻ ആയത് കാരണം കമ്പനി പറയുന്ന മൈലേജിലോട്ടൊന്നും എത്തുന്നുണ്ടാവില്ല എന്താണെങ്കിലും. കാരണം നമ്മൾ ഡീസെന്റ് ആയിട്ട് ഓടിച്ചാലും ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ. നമ്മൾ എത്ര കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ആവറേജ് ക്രൂസിംഗിൽ ഓടിച്ചാൽ പോലും നമുക്ക് ഹൈവേയിൽ അപ്രോക്സിമേറ്റ്ലി 15 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 16 വരെയൊക്കെ മാക്സിമം കിട്ടും ഡീസെന്റ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ. സിറ്റിയിലൊക്കെ മാക്സിമം നമുക്കൊരു 10 to 11 കിലോമീറ്റർ പെർ ലിറ്ററൊക്കെ നമുക്ക് എഫിഷ്യൻസി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ, എസ്പെഷ്യലി ഇതൊരു ടെർബോ പെട്രോൾ എഞ്ചിൻ ആയത് കാരണം. സോ ഫോക്സ് വാഗൺ പോളോ അല്ലെങ്കിൽ വെൻഡോ ഈ രണ്ട് കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വെൻഡോ ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ്, അത് മേ ബി ഇതിൻ്റെ സീറ്റിൽ വരുന്ന ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാറാണ് ഈ രണ്ട് കാറും കമ്പയർ ചെയ്യുമ്പോൾ. ഒരൊറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കോമ്പറ്റീഷനിൽ നോക്കിക്കഴിയുമ്പോൾ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് കോമ്പറ്റീഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. ഫോക്സ് വാഗൺ പോളോയിൽ 1 ലിറ്റർ TSI എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈലൈൻ പ്ലസ് വേരിയൻറ്റ് തൊട്ടിട്ടാണ്. പക്ഷേ അതേ സമയത്ത് ഫോക്സ് വാഗൺ വെൻഡോൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻറ്റ് തൊട്ടിട്ട് തന്നെ നമുക്ക് ഫോക്സ് വാഗൺ വെൻഡോയിൽ 1 ലിറ്റർ TSI എഞ്ചിനാണ് വരുന്നത്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഫോക്സ് വാഗൺ വെൻഡോൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8.86 ലാക്ക് തൊട്ടിട്ടാണ്. അതായത് TSI എഞ്ചിൻ തന്നെ അത് സ്റ്റാർട്ടാവും. പക്ഷേ അതേ സമയത്ത് പോളോയിൽ TSI എഞ്ചിൻ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8.02 ലാക്ക് ഹൈലൈൻ പ്ലസ് വേരിയൻറ്റിൽ കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളോയും വെൻഡോയും സെയിം പ്ലാറ്റ്ഫോമിലുള്ള സെയിം കാർസാണ്. ബൂട്ട് ഇല്ല എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ടായിരുന്നു നേരത്തെയും ഇപ്പോഴും പോളോൻ്റെയും വെൻഡോവും ആയിട്ട്. സോ വലിയൊരു പ്രൈസ് ഡിഫറൻസ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്താണ്. അതായത് പോളോ എന്ന് പറയുന്നത് 4 മീറ്ററിൽ കുറവുള്ള ഒരു കാറും വെൻഡോ എന്ന് പറയുന്നത് 4.4 മീറ്റർ വരുന്നുണ്ട് ഓവറോൾ ലെങ്ത്ത്. സോ ആ സമയത്ത് ടാക്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. 4 മീറ്ററിൽ കുറവുള്ള കാറുകൾക്ക് 29% നമുക്ക് ഓവറോൾ ടാക്സ് വരുന്നത് ഒരു കാർ പർച്ചേസ് ചെയ്യുമ്പോൾ. പക്ഷേ അതേ സമയത്ത് 4 മീറ്ററിൽ കൂടുതലുള്ള കാറുകൾക്ക് 45 to 50% വരെ നമുക്ക് GSTയും സെസ്സും കൂടെ ചേർന്നുള്ള ടാക്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് ബിലോ 4 മീറ്റേഴ്സ് ഉള്ള കാറുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ കിടന്ന് ഒരുപാട് കളിക്കുന്നതും മാനുഫാക്ചറേഴ്സ് കൂടുതലും ബിലോ 4 മീറ്റേഴ്സ് ഉള്ള കാർ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നതും അതിൻ്റെ സെയിൽ കൂട്ടാൻ നോക്കുന്നതൊക്കെ അതിൻ്റെ പ്രൈസ് ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സോ നമ്മളുടെ ഷോർട്ട് ഡ്രൈവ് വെൻഡോ ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സോ വെൻഡോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോളോ പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു ഹോട്ട് പെർഫോമൻസ് ഹാച്ച് ബാക്ക് ആണെന്ന് പറഞ്ഞു. അതേ പെർഫോമൻസ് നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടിക്കാലിറ്റി മിക്സ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാർ. കാരണം ഇതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യുണ്ടായി വേർണ, ഹോണ്ട സിറ്റി ഇതൊക്കെയാണ്. സ്കോഡ റാപ്പിഡിലും ഇതേ സിമിലർ സെയിം എഞ്ചിനാണ് വരുന്നത്. സോ ഇതേ പെർഫോമൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഫോക്സ് വാഗൻ്റെ ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഫോക്സ് വാഗൻ്റെ ഹാൻഡ്ലിംഗ്, ഫോക്സ് വാഗൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് പറ്റിയ ഒരു സെഡാൻ. കാരണം ടെർബോ പെട്രോൾ എഞ്ചിൻ്റെ പെർഫോമൻസ് വേറെ എവിടെയും കിട്ടില്ല. ഒരിക്കലും ഹോണ്ട സിറ്റി ആയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഹ്യുണ്ടായി വേർണിയിൽ പോലും 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാറുകളും വെച്ചിട്ട് ഒരു കമ്പാരിസൺ, ഈ 3 കാറുകളും വെച്ചിട്ട് ഒരു കമ്പാരിസൺ എത്രയും പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോക്സ് വാഗൺ ഫാമിലിയിൽ നിങ്ങൾ പോളോനെക്കാളും കുറച്ച് പ്രാക്ടിക്കാലിറ്റി അധികം ആവശ്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് പറ്റിയ കാറ്. ഒരൊറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലിയാണ് കമ്പയർഡ് ടു റൈവൽസ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് കുറച്ച് കുറവാണ്, കുറച്ച് കോസ്റ്റ്ലിയും കൂടിയാണ്. ഇതാണ് ചെറിയൊരു ഷോർട്ട് റിവ്യൂ ആയിരുന്നു നമ്മുടെ വെൻഡോൻ്റെ. സോ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.